കലകൾ ഇന്നത്തെ പുതിയ തലമുറയിൽ നന്നായി ഡീവിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലെ. പഴയ കാലത്ത് ക്യാമ്പസ് പ്രണയങ്ങൾക്ക് തന്നെ രണ്ട് ഡെഫിനിഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സ്നേഹം, മറ്റൊന്ന് പ്രണയം. പക്ഷെ ഇന്നത്തെ പ്രണയങ്ങൾ എവിടെയൊക്കെ എത്തിപ്പോവാൻ, ഡിഫൈൻ യുവർ ലവ് എന്ന് പുതിയ ഇൻസ്റ്റയിലെ കുട്ടി പറയാണ്. നീ നിന്റെ ലവ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്നോട് പറയണം. നീ ഏത് സ്റ്റേജിലാണ് ഉള്ളത് എന്ന് പറയണം. ഏതൊക്കെ ലവാണ് ഉള്ളത്? ഞാൻ ഒരാളെ യാത്രാവേളയിൽ കണ്ടപ്പോൾ അയാളോട് എനിക്കൊരു ക്രഷ് തോന്നി, അത് സിറ്റുവേഷൻഷിപ്പാണ്. പിന്നെ ഏതൊക്കെയാണ്? കാറ്റ് ഫിഷിംഗ്, പിന്നെ ഏതാണ്? സ്റ്റഫിംഗ്, പിന്നെ ഏതാണ്? സ്റ്റാഷിംഗ്, പിന്നെ ഏതാണ്? ബ്രഞ്ച് ക്രംബിംഗ്. എന്തൊക്കെ രീതിയിലുള്ള പ്രണയങ്ങളാണ് അല്ലേ. ആർദ്രമായ പ്രണയം, ഇങ്ങനെ പല പ്രണയങ്ങള്. പഴയ കാലത്ത് റുബാഴിയാത്ത് വന്നു അല്ലേ, റുബാഴിയാത്ത് വന്നു. ഇംബ്രുവിൽ കൈസിനെ ഇവിടെ പരാമർശിച്ചു. ഇവിടെ അനൗൺസിൽ തുടങ്ങിയപ്പോൾ ഞാനത് കേട്ടു. ഇംബ്രുവിൽ കൈസ് ലൈലയെ മജ്നു വർണ്ണിക്കുന്ന രംഗം, അതൊക്കെ വഴിവിട്ട പ്രണയങ്ങളായിരുന്നു. ആ ഒരുപാട് പ്രണയങ്ങളിൽ നിന്ന് ഉമർ ഖയ്യാമിന്റെ റുബാഴിയാത്ത് പഴയകാലത്തെ എലിസബത്ത് നിറയിലെ ആംഗലേയ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എ ബുക്ക് ഓഫ് വേഴ്സസ്, എ ലോഫ് ഓഫ് ബ്രെഡ്, എ ജഗ് ഓഫ് വൈൻ, ആൻഡ് thou beside me singing in the wilderness. Oh, wilderness is paradise. ഒരു പെണ്ണിനെ പ്രതീകാത്മകമായിട്ട് നിർത്തിയിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവളുടെ ഉടലി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. നീ ഉണ്ടെങ്കിൽ, അതിനെ MP അപ്പൻ വളരെ മനോഹരമായിട്ട് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്. ചിന്താ സുന്ദര കാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും കാന്തേ, പെണ്ണിനെ വിളിക്കുകയാണ്, കാമുകിയെ വിളിക്കുകയാണ്. കാന്തേ എന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹ സ്വർലോകമാണോ മലേ. പെണ്ണെ നീ ഉണ്ടെങ്കിൽ എനിക്ക് നരകം പോലും സ്വർഗമാണ് എന്ന് പറയുന്ന ഈ സ്ത്രീ വർണ്ണന, സ്നേഹങ്ങൾ വഴിമാറി സഞ്ചരിക്കാൻ അല്ലേ. പി ഭാസ്കരൻ പണ്ട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലേ, എങ്കിലും എൻ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ പണിയാം. കാരണം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീജികളിൽ വേണുവൂതു മാട്ടിടയൻ. ഈ ഇടയൻ പോലും പ്രണയത്തെ പറഞ്ഞ കാലഘട്ടത്തിന്റെ ഊഷരതയിൽ നിന്ന് ത്വയ്ബ പറയുന്നത്, അല്ലെങ്കിൽ ത്വയ്ബയുടെ കലാകാരന്മാർ ലോകത്തോട് പറയുന്നത്, അങ്ങയെ കാണാത്ത കണ്ണെന്തിനാണ്, അങ്ങയെ കേൾക്കാത്ത കാതെന്തിനാണ്. ആ പ്രണയങ്ങൾ പൂത്തുല്ലസിക്കുമ്പോ അതിനെ മുഴുവൻ വഴി തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞേക്കാൻ, എന്നിട്ട് കാറ്റിനോട് പറവയോട് കിന്നാരം പറയുന്ന താളാത്മകമായ പ്രണയത്തെ പ്രതീകവൽക്കരിച്ചിട്ടാണ് ത്വയ്ബ നൈറ്റ്സ് ഇന്ന് ഇവിടെ ഒരു വസന്തം പെയ്ത്തിന് ഇവിടെ കോപ്പുകൂട്ടുന്നത്.